ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലായിരുന്നോ? ഇന്ന് നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അങ്ങനെ നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഇന്ന് സ്കൂളിലേക്ക് പോകുന്നു. നമ്മൾ ചെന്ന് നിന്നപ്പോഴേക്കും നമ്മുടെ ബസ് നമ്പർ 5 എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ സ്കൂളിലോട്ട്. ഈ യാത്രയൊന്നും മിസ്സാക്കണ്ടെന്ന് ഞാൻ കാത്തുട്ടിയോട് പറഞ്ഞതാ. പക്ഷെ ആളുണ്ടോ, ദേ കള്ളയുറക്കം ഉറങ്ങിയിരുന്നു. അങ്ങനെ യാത്ര നീണ്ടു നമ്മൾ സ്കൂളിലെത്തിട്ടോ. ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എണീറ്റ് കാത്തോട്ടിക്കുന്ന സ്കൂളിലോട്ട് പോകാൻ വളരെ ഉത്സാഹമാണ്. ചെന്നു, ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ദേ ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റ ബൈബയും കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ്. ഇനിയും ബസ് വേയിലോട്ട് തന്നെ കേട്ടോ. പക്ഷെ പോയപ്പോഴുള്ള മുഖമാണ് ആളുടെ. ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡ് ആയിട്ടും ആൾ തിരിച്ചു വന്നു. പിന്നെ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിനി ആൻറ്റിയോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ദേ സ്കൂളിനോടും ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ സ്കൂളും കുട്ടികളും ടീച്ചേഴ്സ്മാരെയൊക്കെ മിസ് ചെയ്യെങ്കിലും നമ്മുടെ നാട്ടിൽ പോകാൻ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പം ശരി, ടാറ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാത്തൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി 45 ദിവസം കഴിഞ്ഞ് കയറാട്ടോ എന്നാവും കാത്തൂട്ടി പറഞ്ഞിട്ടുണ്ടാവുക.